ഹലോ മൈ ഗൈസ്, അതുപോലെ പുതിയൊരു സാധനം. അപ്പോൾ നമ്മൾ കളിക്കാൻ വന്നത് ബസ്സിനായിട്ട് എന്നോട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോവാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് കെ എസ് ആർ ടി സി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി. അപ്പം ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന് സുധീഷ് എന്നാണ്. ഹലോ സുധീഷ്, ഒരു ഹായ് പറഞ്ഞാൽ ഗൈസ്. അപ്പം നമുക്ക് വണ്ടി എടുക്കാം. വണ്ടിയിൽ കയറട്ടെ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. പൊളിയാണ് നമ്മളിന്ന് നമ്മൾ ശബരിമലയ്ക്കാണ് പോകുന്നത്. അപ്പം ഇത് കുറേ ആൾക്കാരുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകേണ്ടി വരും. അവിടെ കുറേ ഉണ്ട്. യെസ്, ഇങ്ങനെ പോകുമ്പം വീഡിയോയും കുറച്ച് ലോങ്ങാണ്. ഇവിടെ ഒരാൾ കയറാണ്ട്. ഇനി വണ്ടി എടുക്കാം കേസ്. പിന്നെ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പം ഞാനും കണ്ടക്ടറും പോകുന്നുണ്ട്. കണ്ടക്ടർ പക്ഷേ വണ്ടി ഇരിക്കുകയാണ്, ഞാൻ പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതിട്ട് വരും. അപ്പം നമുക്ക് പോവാം. ഇവിടെ ഒരാളുണ്ട്. യെസ്, അത് ഈ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കയറുന്നതാണ്. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആ റൂട്ടാണ് പിടിക്കുന്നത്. തമിഴിലൊക്കെ ഏരിയ ചെയ്യുന്നുണ്ട്, തമിഴ് കർണാടക ഏരിയ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ആൾ കയറാണ്ടോ കേസ്. ഇവിടേക്ക് കുറേ ഇടയ്ക്കിടയ്ക്ക് കയറാണ്ടാവും. പക്ഷേ ആൾക്കാർ ചിലവർ ഇവിടുന്ന് നിലയ്ക്കലിൽ നിന്ന് കയറില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇടയുടെ ബസ് സ്ഥലത്തു നിന്ന് കയറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ പോവാം. അവിടെ എത്തിയിട്ട് ജേഴ്സ് നമുക്കിനി കുറച്ച് ഇവിടെ ആളുണ്ട്. ഇഷ്ടക്കാരെ ആളുകളൊരു ഇതാണ്. ഭാഗ്യം ഞങ്ങൾക്ക് പുലീനെ കാണാം, അതൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം പുലീനെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു അപൂർവമാണ് ഗൈസ്. അവിടെ ഒരു ബോർഡ് കണ്ടല്ലോ ഗൈസ്. ആ ബോർഡ് അതാണ് നമ്മുടെ ഈ അയ്യപ്പന്മാർ മറ്റേ നടന്നു പോകുന്ന സ്ഥലം. ഇത് മറ്റേ വണ്ടിക്കൊക്കെ പോകാനുള്ളതാണ്. ഡയറക്റ്റ് അവിടെ എത്തും ഗൈസ്. പിന്നെ നമ്മുടെ ഈ വണ്ടിയിൽ പോകുമ്പം സൂക്ഷിക്കണം, ഇടയ്ക്ക് തട്ടുമൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനത്തെ വളവ് വരുമ്പോൾ വണ്ടി സ്ലോ ആക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അറിയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടുന്ന് ബസ്സിൽ നിന്നൊക്കെ പോകുന്നത്. അപ്പം നമ്മളോട് സ്വാമി ശരണൊക്കെ പറയും. നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത് പറയുമ്പോൾ ഞാൻ അവനോട് പറയാത്തതാണ്. ഞാൻ സ്വാമി ശരണം പറയട്ടെ. സ്വാമി ശരണം കേട്ടില്ല അയാൾ. കുഴപ്പമില്ല, നമുക്കിങ്ങനെ പോവാം. നല്ല മഴയൊക്കെ ഉണ്ട്. മഴയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെ പോകുമ്പം ഇടയ്ക്ക് വല്ല മാനിനെ പുലിനെയൊക്കെ കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ കാണാൻ കുറച്ച് പണിയാണ്. ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ നേരെ ഓടിക്കേണ്ടത്, എങ്കിൽ പണി കിട്ടും. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതായത് ഇതിലേക്ക് അടിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് വൈപ്പർ ഇട്ടതാണ്. ഇങ്ങനെ കയറിക്കുമ്പോൾ ആ പച്ച ബോർഡൊക്കെ ഇതൊക്കെ 1 കിലോമീറ്റർ ടു എന്തെങ്കിലുമൊക്കെ എഴുതി ചതിക്കും. അവിടെ പുലി ഉണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് കട്ട് ചെയ്ത്, കാരണം വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പുലീനെ കണ്ടിട്ട് അയ്യപ്പന്മാർ ഭയങ്കര പേടിക്കുന്നൊന്നുമില്ലല്ലോ. മിറർ ഇവിടെ നോക്കിയാൽ കൊണ്ട് കാണില്ല. പിന്നെ നടുവിൽ മിററൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണം. പിന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഒരു പുത്ത വണ്ടിയായിട്ട് നമ്മളെ ശബരിമലയ്ക്ക് പോവും. അതിൻ്റെ ഉണ്ടാവും. ഇത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ മറ്റേ ഓട്ടോ ഓടാൻ പോവാണ്, പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മളങ്ങനെ പറഞ്ഞ് ഫൈനലി ശബരിമല എത്തി. പിന്നെ ഇവിടെയൊക്കെ ഇതാണ് നമ്മുടെ ശബരിമലയുടെ പാർക്കിങ്. ഇവിടെ ഞാൻ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ അവരെ എന്തായിട്ട് അയ്യപ്പന്മാരെ ഇവിടെ ഇറക്കണം. ഫസ്റ്റ് ഞാൻ റിവേഴ്സ് എടുക്കുന്ന സാധനം എൻ്റെ ഗിയർ അടക്കിയ ചെറിയൊരു പ്രശ്നമുണ്ട്. റിവേഴ്സ് ഫസ്റ്റ് ഒന്നും വീഴില്ല. ഇതാണ് പ്രശ്നം. ഫസ്റ്റ് ഉണ്ടാകാൻ കുറച്ച് സമയം എടുക്കും. നീ പോയിക്കൂടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ആൾക്കാരൊക്കെ ഇറങ്ങി തോന്നുന്നു. ശബരിമല ഇറങ്ങണ്ടവർ ഇറങ്ങിക്കോളൂ. യെസ്, അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സ്വദേശി മറ്റേ തമിഴ്നാട്ടുകാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആണ് കുറച്ചും കൂടി കൂടുതലുണ്ടാവുക. തമിഴ്നാട്ടുകാരും മറ്റേ കന്നഡക്കാരെല്ലാവരും ഉണ്ടാവും, മലയാളികളും ഉണ്ടാവും. പിന്നെ പൈസ ഇല്ലാത്തതൊന്നും നോട്ടം വന്നത്. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പൈസ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇവിടെ രണ്ട് ഓക്കെ സ്വാമി, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി സ്വാമി.
യെസ്, ഇനി അന്ന് ഇത് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ ശബരിമല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ചുറ്റിയിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങിപ്പോകണം. പിന്നെ നമ്മുടെ ബസ് അവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്കാരൊക്കെ സുധീഷ, ആൾക്കാർ കയറിയോ? എണ്ണ ആരും വന്നില്ല, എല്ലാരും ഫുഡ് കഴിക്കാൻ പോലെ, എല്ലാരും ഇനി വിളിച്ചു വരുത്തണം. സുധീഷ ഒന്ന് പേട്ട തൊല്ലിട്ട് പോന്നു. അപ്പം ഇവിടെ തൊല്ലാൻ ഞാൻ മറന്നു എനിക്കുണ്ട്. ഇവിടെ നിന്ന് ഇതാക്കാന്ന് വിചാരിച്ച് വണ്ടി കയറി. ഡോറ് സുധീഷ ഡോറൊക്കെ തുറന്നിട്ടോ? നെക്കിയുണ്ട്. സുധീഷ എന്നെ എല്ലാരും വിളിച്ചോടിക്കോ. ശബരിമല നിലയ്ക്കൽ എല്ലാവരും കയറിക്കോളൂ. അണ്ണന്മാരെ എല്ലാവരും കയറിക്കോളൂ. ശബരിമല നിലയ്ക്കൽ എല്ലാവരും കയറിക്കോളൂ. ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വണ്ടി കയറട്ടെ. വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടിയിട്ട് പോവാം. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. അത് നമുക്ക് അറിയുന്നൊരു ആളാണ്. സ്വാമി, എന്താ പ്രശ്നം? എന്താ അവനുള്ള സ്വാമി? അതെങ്കിൽ വണ്ടി ബ്ലോക്കാണ്. ശരി സ്വാമി. അപ്പം നമുക്കിനി നേരെ പോവാം. ഇത് കുറച്ച് ലോങ്ങാണ്. ഇവിടെ കുറേ ആൾക്കാർ, അത് വണ്ടിക്ക് എന്തോ പ്രശ്നം തോന്നുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭാഗ്യമുണ്ട്. കാരണം ആരും ഇടയ്ക്കേ കാണുള്ളൂ ഇങ്ങനെ പുലിനെയൊക്കെ. ഇത് കൂടെ മറ്റേ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് നടന്നു പോകുന്നതാണ്. കൂടെ കാറെടുത്ത് പോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. സുധീഷിനോട് ചോദിച്ചോടെ. സുധീഷ്, ആയിക്കൂടെ വണ്ടി എടുത്ത് പോകാൻ പറ്റൂടാ? അത് ഇന്നോവയ്ക്കാണെന്ന് ആൾക്കാർ ഇന്നോവയ്ക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഓഫ് റോഡ് വണ്ടിയെല്ലാം പോകും. നമുക്ക് അതായിട്ട് വന്നോക്കാം. പിന്നെ അടുത്തതിൽ ഒരു എക്സൈവ് വണ്ടിയായിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് വരുന്നത് ഗൈസ്. പിന്നെ ഈ KSRTC ആയിട്ട് കുറേ യാത്ര ഉണ്ട്. ഇനി നമുക്ക് വയനാടൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതാണ് ഗൈസ്. അപ്പം നമുക്ക് പോവാം ഗൈസ്. കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നല്ല മഴയാണ് ഇവിടെ. കാണാത്തോണ്ട് അതാ വെള്ളമൊക്കെ തെറിപ്പിച്ച ആൾക്കാർ പോകുന്നതാണ്. ഇപ്പോഴൊന്നും ആൾക്കാർ എല്ലാവരും വരെ വിൻഡൊക്കെ പൂട്ടിയിട്ടാണ്. സുധീഷേ, അവിടുത്തെ ജനല ഇതൊക്കെ അടച്ചില്ലേ? അണ്ണാ നല്ല മഴ അടിക്കുന്നു. ഞാൻ എന്തായാലും അടച്ചിട്ടുണ്ട്, ഇപ്പം അടിച്ചില്ല. ആടാ. അപ്പോൾ സുധീഷെ വിളിച്ചോടേയും കേട്ടോ. ആണോ വിളിക്കാം. നിൽക്കലേ അവസാനത്തെ സ്റ്റോപ്പാണ്. ഇനി ഇങ്ങോട്ട് വണ്ടി പോവില്ല. നിൽക്കലേ ഇറങ്ങിക്കോളി. എന്റെ സ്റ്റോപ്പാണ്. ഓടിച്ചു പോകാനൊന്നും പറ്റില്ല. വേണമെന്ന് ഡ്രൈവർ സീറ്റിൽ പോയി കുത്തിയിരുന്നു അണ്ണനെ ഇറങ്ങുമ്പോൾ. ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ എൻ്റെ ആണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു ഗൈസ്. പിന്നെ KSRTC വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ വരുന്നതാണ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്